മാഷെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പെണ്ണ് വിഷയമൊക്കെ മാറി. ഇപ്പോൾ പുതിയ ആൾക്ക് നേരെയാണ്, ഷാഫി പറമ്പിലിന് നേരെ ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോപണമാണ്. CPM തന്നെയാണ് കേട്ടോ, CPM ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ ചിരി വരും മാഷെ. സ്ത്രീകളെ കണ്ടാൽ ഉടൻ ഷാഫി ബംഗളൂരുവിലേക്ക് ട്രിപ്പിന് ക്ഷണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആണ്. ഞാൻ ജില്ലാ സെക്രട്ടറി. അതെ. അപ്പോൾ ഞാൻ ആലോചിച്ചത് അതൊന്നുമല്ല, ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എന്തിനാണ് ഈ പഹയന്മാർ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കാര്യങ്ങൾ പുറത്തു പറയണ്ടേ? നമുക്ക് നേരെ ചൊവ്വയുള്ള ജനപ്രതിനിധികളെ അല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും. ഇപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ ഞാഞ്ഞൂലുകൾക്കും വിഷം വെച്ച കാലമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സാധാരണ നമ്മൾ നിയമസഭയ്ക്ക് പ്രിവിലേജ് ഉണ്ടെന്ന് പറയാറുണ്ട്. പാർലമെൻറ്റ് നിയമസഭയ്ക്ക് അവിടെ പോയി എന്തും പറയാം. ഭൂമിയിൽ ആരെക്കുറിച്ച് എന്തും വിളിച്ച് പറയാം. നിയമസഭയുടെ ഫ്ലോറിൽ നമുക്ക് എന്തും പറയാൻ അവകാശമുണ്ട്. പക്ഷേ അതേ സാധനം നിയമസഭയുടെ പുറത്തിറങ്ങിയിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ നമ്മൾ അകത്താവും. നമ്മുടെ കയ്യിൽ പ്രൂഫില്ലെങ്കിൽ, തെളിവില്ലാതെ പറയാൻ പാടില്ല. അതുപോലെയാണ് ഇപ്പോൾ വന്നൊരു ഗുണം. നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മീഡിയയും എല്ലാം കൂടി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചൊരു അന്തരീക്ഷം, ആർക്കെതിരെയും എന്തും പറയാം, വിളിച്ചു പറഞ്ഞാലൊന്നും വരാനില്ല. മനസ്സിലായി? വിളിച്ചു പറഞ്ഞാൽ പണ്ടാണെങ്കിൽ ശിക്ഷിക്കപ്പെടുമായിരുന്നു, കുറ്റകരമായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2-3 നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ആലോചിച്ചു. ഇപ്പോൾ ഷാഫി പറമ്പലിനെ കുറിച്ചാണ് ഈ പറയുന്നതാവാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എത്ര വർഷം അവിടെ MLA ആയി? പാലക്കാട്ട് MLA ആയിരുന്നല്ലോ. പാലക്കാട്ട് MLA ആയി വലിയ അമ്പിച്ച ജനപ്രീതിയോടുകൂടിയാണല്ലോ അദ്ദേഹം വടകരയിൽ പോയി മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ ഈ MLAക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല? പറയാൻ തെളിവില്ലാത്തതുകൊണ്ടാണ്. ആണല്ലോ പറയാൻ പറ്റാത്തത്. തെളിവില്ലാത്തതാണെങ്കിൽ ഇപ്പോൾ എന്ത് തെളിവുണ്ടായി? അദ്ദേഹം പറഞ്ഞല്ലേ, സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ ഉടനെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പിന് വിളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഹെഡ് മാസ്റ്റർ? ഇതല്ല, ഇപ്പൊ ഞാൻ നോക്കുമ്പോഴേ ഈ കേരള പൊളിറ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജീർണിച്ച തരത്തിലുള്ള കാര്യങ്ങളല്ലാണ്ട് മറ്റൊന്നുമില്ല. ജീർണത എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതെന്തുകൊണ്ടായിരിക്കണം? കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറി വരുന്ന ഒരു അടയാളം കൂടിയാണ് ഇപ്പോൾ ഈ സുരേഷ് ബാബു, CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ ഷാഫി പറമ്പലിനെ കുറിച്ച് ഉന്നയിക്കുന്ന ഈ ആരോപണം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ ഇത് ഉന്നയിക്കുന്നത് മാന്യതയല്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. 2, അത് ഉന്നയിക്കുന്ന കുറ്റകരമാണ്. കാരണം ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അയാൾ ഒരു ക്രൈം ചെയ്യണം, ആ ചെയ്തതായിട്ട് പ്രൂഫ് വേണം. ഒന്നുകിൽ ആരെങ്കിലും പരാതിക്കാർ വേണം, അല്ലെങ്കിൽ ആ പരാതിക്കാർ കോടതിയിലോ പോലീസിലോ കേസ് കൊടുക്കണം. അങ്ങനെയൊന്നും ഇല്ലാത്ത കാലത്തോളം മിണ്ടാൻ പാടില്ല. ഇപ്പോൾ എന്ത് മിണ്ടിയാലും എന്ത് പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല എന്ന അവസ്ഥ വന്നു. ആരെക്കുറിച്ചും എന്തും പറയാമെന്ന അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ അത് വന്നത് ഈ ഷൈൻ ടീച്ചറുടെ കേസ് ഇപ്പോൾ വന്നതുകൊണ്ട് കൂടിയാവാം. ഷൈൻ ടീച്ചറുടെ കേസിൽ പോലും ഇത് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതിപ്പോൾ അറിയാമായിരുന്നിട്ട് എന്തിനാണ് ഇത് മറച്ചു വെച്ചത്? അല്ല, മറച്ചു വെച്ചത് സത്യത്തിൽ എന്തിനെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുണ്ട് പ്രജിത. ഒന്നാമത്, എപ്പോഴാണ് ഇത് ഒഫൻസ് ആവുന്നത്? ക്രൈം എന്താണ്? ഷൈൻ ടീച്ചറുടെ വീട്ടിൽ ഒരു ഞായറാഴ്ച ഷൈൻ ടീച്ചറുടെ വീട്ടിൽ ആര് വന്നു? അവർ വാതിലടച്ചോ അടക്കാതെയോ അകത്തിരുന്നു? ഭർത്താവ് ഉണ്ടായിരുന്നുവോ ഇല്ലായിരുന്നോ? ഇതൊന്നും പൊതുജനങ്ങളുടെ പ്രശ്നമല്ലല്ലോ. ഇതെങ്ങനെയാണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, ഇന്ത്യയിലെ ഭരണഘടനാ അവകാശപ്രകാരം ഒരു കുറ്റകരമാകുന്നത്? ആർക്കാണ് അതുകൊണ്ട് അവകാശം ലംഘിക്കപ്പെടുന്നത്? അതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും അത് ഉന്നയിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ ഉന്നയിക്കുന്നത് മാന്യമല്ല. ഒന്ന്, മീഡിയ പ്രവർത്തനമല്ല. മീഡിയ പ്രവർത്തനം എന്താ? ഈ സമൂഹത്തിൽ ആരൊക്കെയാണ് കുറ്റവാളികൾ, എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് നടക്കുന്നത്? 4th എസ്റ്റേറ്റ്, 3rd എസ്റ്റേറ്റ്, 3 എസ്റ്റേറ്റുകൾക്കും എന്താണ് കുഴപ്പം? നമ്മുടെ രാഷ്ട്രീയക്കാർ രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണത്തിൽ എന്ത് ചെയ്യുന്നു? അഴിമതിക്കാരുണ്ടോ? ക്രിമിനൽസ് ഉണ്ടോ? അവരെന്ത് ചെയ്യുന്നു? അവർ പറഞ്ഞ വാക്ക് പാലിച്ചുവോ? തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനം പാലിച്ചുവോ? നിയമം നിർമ്മിച്ചത് നടപ്പാക്കിയോ? അതിൻ്റെ ഇതാണല്ലോ ഒന്ന്. എക്സിക്യൂട്ടീവിലെ ഉദ്യോഗസ്ഥന്മാർ, ഇതൊക്കെ നടപ്പാക്കാനും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എന്തുമാത്രം അഴിമതിക്കാരാണ്? അവർക്ക് എന്ത് വീഴ്ച പറ്റുന്നു? ഏത് പാലം പൊളിഞ്ഞു? ഏത് പാലം തുടങ്ങാൻ വൈകി? ഇതൊക്കെയല്ലേ പൊളിറ്റിക്സ്. ജുഡീഷ്യറിയിലോ ഏതെങ്കിലും നീതിന്യായ പീഠത്തിൽ എവിടെയെങ്കിലും സ്വജനപക്ഷപാതമുണ്ടോ? അഴിമതി ആരോപണങ്ങൾ വരുന്നുണ്ടോ?
ഇതൊക്കെ നോക്കി നടത്തേണ്ടവനാണ് ഇപ്പോൾ ഫോർത്ത് എസ്റ്റേറ്റ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്തിനാണ് ഈ മനുഷ്യൻ്റെ കുളിമുറിയിലും മനുഷ്യൻ്റെ കിടപ്പറയിലും ഒളിഞ്ഞു നോക്കുന്നത്? അത് മാന്യമല്ല എന്നൊരു ധാരണയില്ലാത്ത കാലത്തോളം. ഇതെപ്പോൾ തുടങ്ങിയതാണ്? കേരളീയൻ ഈ ഒരു സൂക്കേടുണ്ട്. എന്താ പക്ഷേ കാര്യം? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുടനീളം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇടയിൽ പേരെടുത്ത് പറഞ്ഞാൽ പലർക്കും പല സ്ത്രീകളുടെയും അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരുടെയും ഒക്കെ പേര് ചേർത്ത് പറയുന്നത് ഒരു ഭൂഷണമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് തുടർന്നു പോരുകയാണ്. സത്യത്തിൽ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഏത് രീതിയിലും ഏത് തരത്തിലും എന്ത് ചെളിയിലും ചവിട്ടുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലല്ലോ. അപ്പോൾ ഇത് തുടർന്നു പോരുന്ന, അത് പണ്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് മുമ്പിരുന്ന ആളിത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു, എനിക്കിത് എൻ്റെ പ്രിവിലേജ് ആണ് ഇത് എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് പുരുഷന്മാരുടെ മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകൾ ഈ ഒരു കാര്യത്തിലേക്ക് അനുവാദം കൊടുക്കാതെ ഇതിലേക്ക് കടന്നു കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് രണ്ട് കൂട്ടരും ഇത് ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടുകച്ചവടം പോലെയായി പോകും. അപ്പോൾ ഈ ഒരു ജീർണാവസ്ഥ നമ്മുടെ പൊളിറ്റിക്സിൽ നിന്ന് പോകണ്ടേ? നമുക്ക് ഇതല്ലല്ലോ സംസാരിക്കാനുള്ളത്. അതാണ് അത് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇപ്പോൾ പ്രജിത പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇത് വിളിച്ചു പറഞ്ഞ്, ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നമ്മുടെ ആയുസ് കളയുന്ന, എൻ്റെയും നിൻ്റെയും ആയുസല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആയുസ് കളയുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കേണ്ടതല്ലേ? അവസാനിപ്പിക്കാനുള്ള വഴി എന്താണ്? എൻ്റെ എതിർപക്ഷിയുടെ അടുക്കളയിലും കിടപ്പറയിലും ഞാൻ പിന്നെ ഒളിഞ്ഞു നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അയാൾ മീൻസ് അയാൾ ആ വ്യക്തി മാത്രമല്ല, അയാളുടെ പാർട്ടി അവമാനിക്കപ്പെടുന്നു. അതിന് നമ്മളെന്താ ബദൽ കണ്ടെത്തുന്ന മാർഗം ഒന്ന്, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ലാത്ത കാലത്തോളം, പരാതിയില്ലാത്ത കാലത്തോളം, ക്രിമിനൽ കുറ്റം ഒരു കുറ്റമല്ലാത്ത കാലത്തോളം അത് വിളിച്ചു പറയുന്നത് മാന്യതയല്ല എന്ന് കാണിക്കുക. എനിക്ക് തോന്നുന്നത്, എനിക്കെന്നും തോന്നിയിട്ടുള്ളത്, ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ വിലയിരുത്താറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളുടെ നാക്കിൽ നിന്ന്, അയാളുടെ പൊതുപ്രസംഗങ്ങളിൽ നിന്ന്, അയാളുടെ അഭിമുഖങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും ഇമാതിരി വർത്തമാനങ്ങൾ, രാഷ്ട്രീയമല്ലാത്ത വർത്തമാനങ്ങൾ, മാന്യമല്ലാത്ത വർത്തമാനങ്ങൾ, ആരെക്കുറിച്ചാണെങ്കിലും ഏത് രാഷ്ട്രീയ എതിരാളിയെക്കുറിച്ചാവട്ടെ, അത് പറയുന്നതാണോ മാന്യത? അത് പറയുന്നതാണോ രാഷ്ട്രീയം? ഇപ്പോൾ നമ്മൾ പകരം കൊടുക്കുന്ന ഒരു സംസ്കാരം എന്താ? ശരി, കോൺഗ്രസ്സുകാർക്ക് ജീർണതയുണ്ട്. ജീർണത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കാൻ പാടില്ലാത്തതാണ്. അത് നമുക്ക് മനസ്സിൽ വെക്കാം. ഇപ്പം നിൻ്റെ വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ പറഞ്ഞതുപോലെ സ്വന്തം കുടുംബത്തെ ഉപദ്രവിക്കുന്നവരോ അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധമുള്ളവരോ ഒക്കെ ആണെങ്കിൽ നിനക്ക് അയാളെ മനസ്സിലാക്കാം, അയാൾക്ക് വോട്ട് ചെയ്യാതിരിക്കാം. പക്ഷെ അതൊരിക്കൽ പോലും നീ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിൽ പറഞ്ഞു നടക്കുന്നത് മര്യാദയല്ല, മാന്യതയല്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. അതിന് പകരം ഇപ്പോൾ എന്താ ചെയ്യണത്? ഷാഫി പെണ്ണുപിടിയനായിരുന്നു എന്ന് പണ്ട് പറഞ്ഞില്ല, എന്തെയാവോ പറയാതിരുന്നത്? ഇപ്പോൾ ഇവർക്കെതിരെ തെളിവില്ലാത്തത് വിളിച്ചു പറയുന്നു എന്നതുകൊണ്ട് കൂടിയാവും. ആരൊക്കെയാണ് വിളിച്ചു പറയുന്നത്? എതിർ രാഷ്ട്രീയക്കാരല്ല ആദ്യം പറഞ്ഞത്, മീഡിയയാണ് ചോർത്തി കൊടുത്തത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇനി മീഡിയ ചോർത്തി കൊടുക്കുമ്പോൾ തന്നെ എന്താ ആളുകൾ ചിലത് മൂടി വെക്കുന്നത്? ഇപ്പോൾ KM ഷാജഹാനെതിരെ കേസ് വന്നു, അല്ലേ? അതുപോലെ ഇദ്ദേഹത്തിനെതിരെ ഒരു കോൺഗ്രസ് നേതാവിനെതിരെയും കേസ് വന്നു. രണ്ടുപേർക്കെതിരെയും കേസെടുത്തു. കോൺഗ്രസ്സുകാരനെയും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ CPM വിരുദ്ധനായ KM ഷാജഹാനെതിരെയും കേസ് വന്നു. എന്നാൽ ഈ വാർത്ത ആദ്യം കൊടുത്തൊരു പ്രിൻറ്റ് മീഡിയ ഉണ്ടല്ലോ, മെട്രോ വാർത്ത. ആ വാർത്ത വെച്ചിട്ടല്ലേ മറ്റു പലരും, നമ്മൾ ആരെയൊക്കെ കണ്ടു? ഞാൻ ഷാജഹാൻ്റെ വാർത്ത കണ്ടു എന്നല്ലത് കേട്ടത്. മെട്രോ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് മറ്റു പലരും എത്ര ഇനി ഒരു പക്ഷേ ഈ അന്വേഷണ ഒരു സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിച്ചതുകൊണ്ട് ആരുടെയൊക്കെ നേരെ വരും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മെട്രോ വാർത്ത എന്താ എല്ലാവരും വെറുതെ വിട്ടത്? മെട്രോ വാർത്തയിൽ എങ്ങനെ വന്നു? അപ്പോൾ അങ്ങനെയാണെങ്കിലും ചോദ്യമുണ്ടല്ലോ. ഇത്തരം വിവരങ്ങളൊന്നും ഒരു കാലത്തും ഒരു പാർട്ടിയിൽ നിന്നും പുറത്തു വന്നത് മറ്റു പാർട്ടിക്കാരോ എതിരാളികളോ പറഞ്ഞിട്ടല്ല, അതാത് പാർട്ടിക്കാർ തന്നെ. ഒരു സൂചന ഞാൻ പറയാം. ഇപ്പോൾ മെട്രോ വാർത്ത ആരുടേതാണ് എന്ന ചോദ്യത്തിന് പണ്ട് മലയാളിക്കൊരു ഉത്തരവുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ കൂടി പിന്തുണയോടുകൂടി ഫാരിസ് അബൂബക്കർ തുടങ്ങിയ പത്രമാണത്. ഇപ്പോഴും അത്തരം ബന്ധങ്ങളൊക്കെ ഇവർ തമ്മിലുണ്ടാവാലോ. അപ്പോൾ എങ്ങനെയാണ് ആ പത്രത്തിൽ ഈ വാർത്ത വരുന്നത്? അതാരാ കൊടുത്തത്? കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ നമ്മൾ തൊലിച്ച് നോക്കുമ്പോൾ നീ ചെയ്താണോ തെറ്റ്, ഞാൻ ചെയ്താണോ തെറ്റ് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അടിസ്ഥാനമാണ് തെറ്റ്. രാഷ്ട്രീയമല്ലാത്ത രാഷ്ട്രീയമാക്കി തീർക്കുക. ആരോപണം ഉന്നയിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പൊതുജീവിതത്തിൽ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാ, രാഷ്ട്രത്തിന് ദോഷമുണ്ടാക്കുന്നത്, രാഷ്ട്രത്തിന് നഷ്ടം വരുത്തുന്നത്, രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് ദോഷം വരുത്തുന്നത്. ആ ഒരു മാനദണ്ഡം വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ജീർണതയെ അളക്കുക?
എപ്പോഴാണ് പരസ്ത്രീ ബന്ധം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉണ്ടാകുന്നത്? സുരക്ഷിതമായി, അല്ലെങ്കിൽ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വേലിയാടുക എന്നൊരു പ്രയോഗമുണ്ട്. അത് ആണുങ്ങൾക്ക് മാത്രമേ വേലിയാടാൻ അറിയുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ എക്സ് ഓർ വൈ ഒരാളുടെ വീട്ടിലേക്ക് ഒരു ഞായറാഴ്ച തൻ്റെ പുരുഷ സുഹൃത്തിനെ വിളിച്ചു വരുത്തി വാതിലടച്ചിരിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ അത്രയും ഫ്രീഡം ഉണ്ടായി, മറ്റൊന്ന് അവരും സാങ്കേതികമായി ഇവർക്ക് സൗകര്യങ്ങൾ വന്നു. പിന്നെ ഇതിൻ്റെ അടിസ്ഥാന കാര്യം എന്തായിരിക്കും? അവരുടെ മനസ്സിൽ പ്രണയാതുരമായൊരു മനസ്സ്, ആ പ്രണയം കൊണ്ട് പൂർണ്ണമാക്കപ്പെട്ടൊരു മനസ്സ്, പ്രണയത്താൽ നിറക്കപ്പെട്ടൊരു മനസ്സ് ഉണ്ടെങ്കിൽ ആ മനസ്സിൽ വാക്വമില്ല, ശൂന്യതയില്ല. അവിടെ മറ്റൊരു പുരുഷൻ എങ്ങനെ കയറി വരും? ഈ ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് ഈ ജീർണത എന്ന് വിളിക്കേണ്ടത്? പ്രണയശൂന്യമായ കുടുംബ ബന്ധങ്ങളിൽ വീഴ്ച പറ്റുന്നുണ്ടോ? നമ്മുടെ സാമൂഹിക ഘടനയിൽ ആദ്യം പരിശോധിക്കേണ്ടത് അവിടെയല്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പാർട്ടികളിലും ഇത് വരുമല്ലോ സ്വാഭാവികമായിട്ടും. ഇത് പാർട്ടികൾ മാത്രമല്ലല്ലോ മാഷെ, ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നു. ഇപ്പോൾ എൻ്റെ പൂർവികർ ചെയ്തിരുന്നത് തെറ്റാണ് എന്ന് എനിക്കറിയാമെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാം. അതാണ് എൻ്റെ മുമ്പിലൊരു മാർഗം. പക്ഷേ ഇവർ ചെയ്തത് കൊണ്ട് എനിക്കത് ചെയ്യാമെന്നുള്ളൊരു പ്രിവിലേജ് അത് മാറേണ്ടത്. ജനാധിപത്യത്തിലെ ഒരു പൊതുമര്യാദയായിട്ട് എന്തുണ്ട്? നീ കട്ടുവെങ്കിൽ ഞാനും കക്കാം, എനിക്കും കളിക്കാം. നീ ജാതി നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ചെയ്യും. നീ സമുദായം തിരിച്ചാണ് വോട്ട് ബാങ്കിനെ സംഘടിപ്പിക്കുന്നതെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ചെയ്യുമെന്നൊരു രീതിയുണ്ട്. ശരിയല്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഇപ്പോൾ കോൺഗ്രസ് അക്കാര്യത്തിൽ കാണിച്ച ഒരു ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാളുടെയും പരാതിയില്ലാതെ പാർട്ടിക്ക് മാത്രം കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് വാർത്തയായത് ഒരു നിമിത്തമായി എന്ന് വെച്ചോളൂ. ഇതുവരെ ഇല്ലാത്തൊരു കീഴ്വഴക്കം അവരുണ്ടാക്കി. ഒരു യുവ നേതാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കം, അതൊരു ഒരു തീർച്ചയായിട്ടും ഒരു സൂചനയാണ്. കാരണം മറ്റാരും ചെയ്തില്ല എന്ന് പറഞ്ഞ് നിന്നില്ലല്ലോ, നിൽക്കാമായിരുന്നല്ലോ വേണമെങ്കിൽ. ഇപ്പോൾ CPM-ലെ ഇടതുപക്ഷത്തൊക്കെ ഒരുപാട് പരാതികൾ ഇങ്ങനെയുണ്ട്, എല്ലാവർക്കും അങ്ങാടിപ്പാട്ടാണ്. പക്ഷേ ആരും പരാതി കൊടുത്തിട്ടില്ല, കേസില്ല, അതുകൊണ്ട് നടപടിയില്ല. ഇനി കേസെടുത്തവരും അപ്പുറത്തിരിക്കുന്നുണ്ട്. കേസെടുത്തവർ, ജയിലിൽ കിടന്നവർ, തടവ് കിടന്നവർ, റിമാൻഡിലിട്ടവരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉള്ളപ്പോഴും നടപടിയെടുക്കാത്ത ഒരു പ്രതിപക്ഷം ഉള്ളപ്പോൾ, ഒരു ഭരണകക്ഷി ഉള്ളപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ ചുരുക്കത്തിൽ. ഞാൻ പറയുന്നത്, ഈ രാഷ്ട്രീയത്തിലെ അധാർമികത അളക്കേണ്ടത് വ്യക്തിപരമായ സദാചാര മൂല്യങ്ങൾ വെച്ചുകൊണ്ടല്ല. അപ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ജീർണത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ്. അടിസ്ഥാനപരമായി നമ്മുടെ ധാർമ്മിക ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മതഘടന, മതജീവിതം, ഇതൊക്കെ എടുത്തു നോക്കൂ. ഇതിലൊക്കെ എവിടെയോ എത്ര തന്നെ നമ്മൾ ധർമ്മോപദേശം ചെയ്യുമ്പോഴും നമ്മുടെ കുടുംബങ്ങളുടെ മനസ്സിൽ, നമ്മുടെ വ്യക്തികളുടെ മനസ്സിൽ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നില്ലേ? ആ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ മാത്രമാണോ ഉത്തരവാദി? അപ്പോൾ നല്ലത് ഒരു ഏരിയയിൽ, ഒരു ഫീൽഡിൽ, ഇപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കും, നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നീ നിൻ്റെ ജോലി സ്ഥലത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നീ ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ നിൻ്റെ നർത്തന കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അത് നിൻ്റെ സാംസ്കാരിക പ്രശ്നങ്ങളാണ്, നിൻ്റെ കൾച്ചറൽ ഇഷ്യൂ, നിൻ്റെ കലാപരമായ പ്രശ്നങ്ങളാണ്. ഇതുപോലെ നിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു കാരണവശാലും നീ നിൻ്റെ ഡാൻസ് സ്കൂളിൽ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ഏരിയയിലും കാണിക്കണം. അപ്പോൾ അത് വളരെ സിമ്പിളാണ് ജീവിതഘടനയിൽ. അമ്മയോട് പറയാൻ പറ്റുന്ന, അമ്മയോട് പറയുന്ന എല്ലാം നമ്മൾ ഭർത്താവിനോട് പറഞ്ഞോളണമെന്നില്ല. ഞാൻ ഭാര്യയോട് പറയുന്ന എല്ലാം എൻ്റെ അമ്മയോട് പറഞ്ഞോളണമെന്നില്ല. ഓരോന്നിനും മനുഷ്യൻ ജീവിതത്തിൽ ഒരു മാന്യതയും മര്യാദയും ഉണ്ട്. ആ മര്യാദ നമ്മുടെ പൊതുജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തിയത് ഇപ്പോൾ രണ്ട് കൂട്ടരാണ്. ഒന്ന് രാഷ്ട്രീയക്കാർ, മറ്റൊന്ന് മാധ്യമങ്ങളാണ്. എന്ത് പറയാൻ പാടില്ല. ഒരു സോഷ്യൽ നോംസ് ഇല്ലേ, സോഷ്യൽ കോഡില്ലേ, നമുക്കൊരു ഒരു ലിവിങ് കോഡുണ്ടല്ലോ, ബിഹേവിയറൽ കോഡുണ്ടല്ലോ, അത് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എങ്ങനെ ജീവിക്കുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്ക് വോട്ട് ചെയ്യാൻ, നമുക്ക് മോണിറ്റർ ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷെ അത് വിളിച്ച് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം തന്നെയാണ് ഇല്ലാതെ പോകുന്നത്. അതിന് പകരം അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യാനും വേണം, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാതിരിക്കാനും, വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന് ശേഷം നമ്മുടെ സദാചാര ബോധത്തിന് നിരക്കാത്ത ഒരാളെയാണ് ഞാൻ ജയിപ്പിച്ചതെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാനൊക്കെയുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അത് വിളിച്ചു പറയുമ്പോൾ നീ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തെയാണ് ബാധിക്കുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, ചരിത്രത്തിലേക്ക് പുറകോട്ട് പോയാലും വർത്തമാനകാലം ഒന്ന് പരതി നോക്കിയാലും ഇങ്ങനെ ഈ കിടപ്പറ കഥകളുടെ ഒരു അലക്കുശാലയായിട്ട് നമ്മുടെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അതൊരു ഇതിൻ്റെ വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, ഒരാളെ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു പെൺകേസ് ഉണ്ടാക്കിയാൽ മതി. ഒരു പെൺകുട്ടിയുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെങ്കിൽ ഓർമ്മയുണ്ടോ, സിന്ധു ജോയി എവിടെ പോയി? കഥകളൊക്കെ അങ്ങനെ എടുത്താൽ മതി. വന്നതും പോകുന്നതുമായ ആണിനും പെണ്ണിനും ഒക്കെ ഇതിൻ്റെ നഷ്ടമുണ്ട്. സത്യത്തിൽ അത് അനാവശ്യ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരിക്കലും പൊളിറ്റിക്സിൽ ചർച്ചയ്ക്ക് വരാൻ പാടില്ലാത്ത, അഭികാമ്യമല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട് ജില്ലാ CPM സെക്രട്ടറി പറയുന്നത്. അവരോട് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതും തെറ്റാണെന്ന് പറയാം. എന്നാൽ അതിൻ്റെ ന്യായം എന്താണ്? അതിൻ്റെ ന്യായം ഇതാണോ? ഷൈൻ ടീച്ചർക്കെതിരെ വരുമ്പോൾ ഉടനെ കയറി ഷാഫി പറമ്പിലിനെതിരെ, ഉള്ളതാവാം ഇല്ലാത്തതാവാം, നമ്മുടെ വിഷയമല്ല അത്. എന്നാൽ എന്തുകൊണ്ട് പറയേണ്ട കാലത്ത് പറഞ്ഞില്ല? അന്ന് അവർക്ക് പറയാൻ പാടില്ല എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, അവർക്കെതിരെ പറയാൻ തുടങ്ങുമ്പോൾ പറയുന്നു എന്ന് പറയുന്ന ഒരു റാഗിങ് മനസ്സാണത്. ശരിയല്ല എന്ന് മാത്രമേ ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാവുള്ളൂ. എനിക്ക് തോന്നുന്നത് അതാണ്. പക്ഷേ പരിഹാരം, എന്നാൽ അത് രാഷ്ട്രീയത്തിൽ നിന്ന് ഇത്തരം സദാചാരനിഷ്ഠമായൊരു ജീവിതം നമ്മുടെ പൊതു ജീവിതത്തിൽ വേണ്ടേ? നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വേണ്ടേ? വ്യക്തി ജീവിതത്തിൽ ഈ പ്രണയബദ്ധമായ ഒരു കുടുംബജീവിതം വേണ്ടേ? അതിനെന്താണ് വഴി എന്ന് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിന് വഴി ഉണ്ടാക്കി തരാൻ ബാധ്യതപ്പെട്ടവരല്ല നമ്മുടെ രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയക്കാർ നിൻ്റെയും എൻ്റെയും നികുതിപ്പണം കൈകാര്യം ചെയ്യുന്നവരാണ്. അത് കള്ളത്തരമില്ലാതെ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അവർ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിയമം നിർമ്മിക്കുന്നുണ്ടോ? അത് പറയേണ്ടടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്ക് ആവശ്യത്തിന് നടപ്പാക്കി തരുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അവരെ മോണിറ്റർ ചെയ്യേണ്ട വിഷയങ്ങളെ അവരുടെ മുമ്പിൽ എടുക്കാവൂ. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. തീർച്ചയായിട്ടും നമുക്കത് ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ പാലക്കാട്ട് നിന്ന് വന്നു എന്നേ ഉള്ളൂ, ഇന്നലെ പറവൂരിൽ നിന്ന് വന്നു, ഇനി നാളെ എവിടെ നിന്ന് വരും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാൽ ഇത് തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് നമ്മളെ പൊതു സമൂഹത്തിൻ്റെ സ്വഭാവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.